Hello friends, welcome to the channel. 𝙑𝙤𝙑𝙬𝙬 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ആക്ച്വലി കുറച്ച് പഴയ സ്മാർട്ട് വാച്ച് ആണ്, ഒരു 1 ഇയറിൻ്റെ മുകളിലായിട്ടുണ്ട് റിലീസ് ചെയ്തിട്ട്. സാംസങ്ങിൻ്റെ ഗാലക്സി ആക്റ്റീവ് 2 എന്നൊരു വാച്ചാണ്. പക്ഷേ നമ്മളിത് ഈ ടൈമിൽ അൺബോക്സ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഭയങ്കര ഓഫറായിട്ട് ഭയങ്കര ചീപ്പായിട്ട് നമുക്ക് ഈ സാധനം ഒരു 12,000 രൂപീസിന് നമുക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ ഒരു സ്മാർട്ട് വാച്ച്, ഒരു പ്രീമിയം സ്മാർട്ട് വാച്ച് വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയൊരു സ്മാർട്ട് വാച്ചാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ ഫീച്ചേഴ്സും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയും അതുപോലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൈസിന് വേറെ പുതിയ ലേറ്റസ്റ്റ് അങ്ങനെ ഒന്നും വാങ്ങിച്ചിട്ടും കാര്യമില്ല. എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബോക്സ് നോക്കണ്ട, ഒരു ബോക്സിൽ നല്ല കോസ്റ്റ് കട്ടിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയുള്ള സാധനം. ഈ ആക്റ്റീവ് 2 എന്ന് പറഞ്ഞാൽ ഇവർ ശരിക്കും ഒരു സ്പോർട്ടിനോ അല്ലെങ്കിൽ ഫിറ്റ്നസ് മോഡലിനൊക്കെ വേണ്ടി ഇറക്കിയ ഒരു മോഡലാണ്, അല്ലെങ്കിൽ ബാക്കിയെല്ലാം സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഇറക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ എനിക്ക് അത്യാവശ്യം ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഒരു റൗണ്ടിഷ് ഡിസൈനാണ്. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നമ്മുടെ അതിൻ്റെ ഗ്ലാസ് ഉപയോഗിച്ചിരിക്കുന്നതൊക്കെ കോർണിംഗ് ഗോളസിൻ്റെ ഹൈ എൻഡ് എക്സ്ട്രീം ഗ്ലാസ്സുകളാണ്. അതുപോലെ എല്ലാം മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, IP68 സർട്ടിഫിക്കേഷൻ ഉള്ളതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ 48mm മോഡലാണ് നമ്മളിപ്പോൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിൻ്റെ LTE മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ LTE മോഡലിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ സൂക്ഷിക്കണം. എന്താ വെച്ചാൽ നമുക്ക് സാംസങ് മൊബൈൽസ് ഉണ്ടെങ്കിൽ മാത്രമേ സപ്പോർട്ട് ആവുള്ളൂ. ഇത് നമുക്ക് ബ്ലൂടൂത്ത്, വൈഫൈ, GPS കാര്യങ്ങളൊക്കെ സപ്പോർട്ടറാണ്. പിന്നെ ഇവരുടെ ബ്ലൂടൂത്ത് ട്രാക്കിങ്ങും എല്ലാം സൂപ്പർ തന്നെയാണ്. നമ്മുടെ ഹെൽത്ത് ട്രാക്കിങ് കാര്യങ്ങളൊക്കെ. ഇതിന് നമുക്കൊരു ബാറ്ററി ലൈഫ് ഒരു 2.5 ദിവസമൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, അത്രയ്ക്ക് കിട്ടുള്ളൂ. ഞാൻ ഓൾറെഡി ഒരു ഹുവായ് വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഹുവായ് വാച്ച് GT2. അതിനൊക്കെ എനിക്കൊരു 10 days അബോവ് ബാറ്ററി ലൈഫ് ഇടുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആപ്പ് സപ്പോർട്ടും കാര്യമൊന്നും ഇതിൻ്റെ അടുത്തേക്ക് വരില്ല. പക്ഷേ പിന്നെ അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് ഒന്നും നമ്മുടെ ഇതിൻ്റെ സാംസങ്ങിൻ്റെ ടൈസൺ OSൻ്റെ അടുത്തൊന്നും വരില്ല. അതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ഓൾറെഡി 1.5 ഇയറിൻ്റെ മുകളിലായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ഓഫർ ഉണ്ടപ്പോഴാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തായാലും ബെസ്റ്റ് ബൈ ലിങ്ക് കൊടുക്കുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് പോയി വാങ്ങിക്കുക. ഇത് നമുക്ക് 3 കളറിൽ അവൈലബിൾ ആണ്. ഇത് നമുക്കൊരു ഗ്രേ കളറാണ് ഞാൻ എടുത്തത്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. പിന്നെ ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു ഗോൾഡ് ഇഷ്ടോ വേറെ എന്തൊരു കളറും കൂടി ഉണ്ട്. ആക്ച്വലി മറന്നുപോയി അത്, പക്ഷേ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലും. ഇതൊരു വെറൈറ്റി കളറായത് കൊണ്ട് നമ്മളിപ്പോൾ എടുത്തത്. ബാക്കിയെല്ലാം നമ്മൾ വാച്ച് എല്ലാം ബ്ലാക്ക് കളറാണല്ലോ എടുക്കുന്നത്. പിന്നെ 20mm സ്ട്രാപ്പാണ് നമുക്ക് റീപ്ലേസബിൾ ആണ്, നമുക്ക് വാങ്ങിച്ച് എക്സ്ട്രാ വേണമെങ്കിൽ ഇടാം. ഞാൻ ഓൾറെഡി നമ്മുടെ GT വാച്ചിന് വേണ്ടിയിട്ട് സ്ട്രാപ്പ് ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു 3 കളറായിട്ടുള്ള സ്ട്രാപ്പ് എനിക്ക് 499 രൂപീസിന് കിട്ടി. നല്ല ക്വാളിറ്റി തന്നെയാണ്, സിലിക്കോൺ സ്ട്രാപ്പ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത് 25,999 26,000 കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ്. അങ്ങനെ കുറേ നല്ല കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഫുൾ ഡീറ്റെയിൽസ് എൻ്റെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മിക്കവാറും നിങ്ങൾക്ക് ആൾക്കാർ അറിയാനായിരിക്കും. വെച്ചാൽ അത്യാവശ്യം 1 ഇയർ മുമ്പ് ഓൾമോസ്റ്റ് ആയിട്ടുള്ള ഇറങ്ങിയിട്ട് റിലീസായിട്ടുള്ളൊരു ഡിവൈസാണ്. പക്ഷേ ഈ ടൈമിൽ ഇത് എത്ര വാല്യൂ ഫോർ മണിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ശരിക്കും എൻ്റെ പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് ഗൈസ് ഫ്രണ്ട്സ്. അപ്പോൾ എന്താ പറയുക, താല്പര്യമൊക്കെ നമ്മുടെ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയ ടൈമാട്ടോ. കുറച്ചും കൂടി സ്റ്റോക്കൊക്കെ കുറച്ചും കൂടി ലിമിറ്റഡ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് കുറച്ച് ടൈം ആയതുകൊണ്ടും സ്റ്റോക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ഈ ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി, ബെസ്റ്റ് ബൈ ലിങ്ക് ഇടാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തൊരു പോയി കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. നല്ല 4 യൂസ്ഫുൾ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. പങ്കെടുക്കാൻ ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്സ് ഉള്ളൂ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നല്ലൊരു കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, ഷെയർ അടിക്കുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാ, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക കേട്ടോ. നമ്മൾ റീസെൻ്റ്ലി ഫേസ്ബുക്കിൽ ഒരു പേജും തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ വീഡിയോ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ സാംസങ്ങിൻ്റെ ആക്റ്റീവ് 2 സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ കാണുന്നത് ചെറിയൊരു ബോക്സാണ്. ശരിക്കും ഇവരടുത്ത് അത്യാവശ്യം നല്ല പ്രൈസിൽ ഇറങ്ങിയ സ്മാർട്ട് വാച്ചാണ്. ഒരു 23-24 സംതിങ് റേഞ്ചിലാണ് നമുക്കിത് റിലീസായിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഫെസ്റ്റിവലും ദിവാലി ഓഫറൊക്കെ ആയിട്ട് നമുക്കിപ്പോൾ നല്ല റേറ്റ് കുറഞ്ഞ് കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 15-13 ആ റേഞ്ചിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഞാനിപ്പോൾ ഈ സമയത്ത് വാങ്ങിച്ചത്, അതുകൊണ്ടാണ് ഇപ്പോൾ വാങ്ങിച്ചത്. ഈ പ്രൈസിന് നല്ല ബെസ്റ്റ് വാല്യൂ ഫോർ മണി സ്മാർട്ട് വാച്ചാണ് കേട്ടോ. എന്നുവെച്ചാൽ AMOLED സ്ക്രീൻ, എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ട്, മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, IP68 ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ നമ്മുടെ ഇവരുടെ OSഉം അതുപോലെ കുറേ ആപ്പ് സപ്പോർട്ടൊക്കെ സാംസങ്ങിന് നല്ലോണം ഉണ്ട്. ഞാനിപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഉപയോഗിക്കുന്നുണ്ട്, ഹുവായ് വാച്ച് GT2ൻ്റെ. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവർക്ക് സപ്പോർട്ടൊക്കെ കൂടുതലാണ്. അതുപോലെ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് ഒക്കെ അതിൽ സെയിം, പക്ഷെ അത് കുറച്ച് ഭയങ്കര യൂസർ ഫ്രണ്ട്ലി അല്ല. പിന്നെ നിങ്ങൾക്ക് അറിയാം ഹുവായി ഇപ്പോൾ ആപ്പ് സപ്പോർട്ടൊന്നും ഇല്ല. നമുക്കിപ്പോൾ പ്ലേ സ്റ്റോറിൽ കൂടെ നമ്മുടെ ഒരു ആപ്പ് അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൂടെ പോയി അപ്ഡേറ്റ് ഒക്കെ ചെയ്യണം. പക്ഷേ സ്മാർട്ട് വാച്ചിൽ അപ്ഡേറ്റ് റെഗുലറായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതിൽ അവരുടെ എന്താ പറയുക, ഒരു OS ഉണ്ടല്ലോ, OS എന്നല്ല, നമ്മുടെ ലോഞ്ചർ ഉണ്ടല്ലോ, അവരുടെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലോഞ്ചർ ഉണ്ട്. അത്
കുറച്ച് ബോറാണ് സത്യം പറഞ്ഞാൽ, കുറച്ച് സ്റ്റൈലിഷ് പോലെയൊക്കെയാണ്. പിന്നെ അവരുടെ കുറേ സ്മാർട്ട് വാച്ച് അപ്ഡേറ്റ് വരുന്നുണ്ടെങ്കിലും പക്ഷേ എല്ലാം ഒരു ചൈൽഡിഷ് ഫീലുള്ള കുറേ വാച്ച് ഫേസസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ അവരുടെ ബാക്കിയെല്ലാം സൂപ്പറായിട്ടോ. നമ്മുടെ എന്താ പറയുക, ഡിറ്റക്ഷനും SPO2 ഹാർട്ട് റേറ്റും ഒക്കെ ഒരു ആക്യുറേറ്റ് ആണ്, ഭയങ്കര ആക്യുറേറ്റ് ആണ്. അതും നമ്മുടെ സാംസങ്ങിൻ്റെ, ഞാൻ അതിന് മുമ്പ് എൻ്റെ ഫസ്റ്റ് സ്മാർട്ട് വാച്ച് സാംസങ് തന്നെയായിരുന്നു, ആദ്യത്തെ സീരീസ് ആയിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഹുവായിലേക്ക് മാറിയത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊരു ഓഫർ കണ്ടപ്പോൾ നമ്മൾ സാംസങ്ങിൻ്റെ വാച്ച് എടുത്താണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ കളർ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടെടുത്താണ്, ഒരു ഗ്രേ കളറാണ്. അപ്പോൾ നമ്മളിതാണ് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ബോക്സ് കാണാം, അവർക്ക് ശരിക്കും ഈ പ്രൈസിൽ ഇറക്കിയ സാധനത്തിന് അത്യാവശ്യം വലിയൊരു ബോക്സൊക്കെ ഇറക്കായിരുന്നു. ഇത് ഭയങ്കര ഒരു സിംപിൾസിറ്റി ബോക്സ് ആയിപ്പോയി. എന്താ വെച്ചാൽ ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്ത പോലത്തെ ഒരു ബോക്സ് ആയിപ്പോയി. ഇത് 44mm സൈസ് വരുന്നതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ആദ്യം ബോക്സ് പരിചയപ്പെടാം. എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ബോക്സ്. നമ്മൾ കുറച്ച് കാലമായിട്ട് ഇറങ്ങിയിട്ടുള്ള മോഡലാണ്. സൈഡിലായിട്ട് സാംസങ് ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നിങ്ങൾക്ക് അറിയാം MRP ഇവിടെ കൊടുത്തേക്കുന്നത് 25,999 ആണ്. അപ്പോൾ 26 റേഞ്ചിലൊക്കെ MRP വരുന്നൊരു ഫോൺ സ്മാർട്ട് വാച്ച് ആണ്. ഇപ്പോൾ ഫോൺ വരുന്നത്. ഇത് മെയ്ഡ് ഇൻ വിയറ്റ്നാം ആണ് കേട്ടോ. ക്ലൗഡ് സിൽവർ എന്നാണ് അതിൻ്റെ മോഡലിൻ്റെ കളറിൻ്റെ പേര്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആക്റ്റീവ് സീരീസ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതൊരു സ്പോർട്സ് മോഡലോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ആയിട്ട് ഇറക്കിയ ഒരു മോഡലാണ് ആക്റ്റീവ് മോഡൽ. ഇതിൽ അവർ ലൈറ്റ് വെയ്റ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് അലുമിനിയം മോഡലാണ് കേട്ടോ. അഡ്വാൻസ് ഓട്ടോ ഫിറ്റ്നസ് ട്രാക്കർ ആൻഡ് റൺ കോച്ചിങ് ഉണ്ട്. ഹാർട്ട് ആൻഡ് ഹെൽത്ത് മോണിറ്ററിംഗ് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലൂടൂത്ത് വൈഫൈ GPS സപ്പോർട്ടൊക്കെ ഉള്ളതാണ്. ഇത് നേരത്തെ പറഞ്ഞ പോലെ 45mm ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സീൽഡ് പാക്കേജാണ്. നമ്മളിപ്പോൾ എന്തായാലും സീൽ പൊട്ടിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് നമ്മുടെ അൺബോക്സിങ് നയിപ്പ് കൊടുക്കാം. ചെറിയൊരു ബോക്സാണ് സത്യം പറഞ്ഞാൽ, ഒരു ഭയങ്കര ചെറുതായിപ്പോയി ബോക്സ്. ഇത് നമ്മുടെ ഈ ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഒക്കെ ഒരു 1000 രൂപ വാച്ചൊക്കെ വാങ്ങിക്കില്ലേ, അതിൻ്റെ കൂടെ കിട്ടുന്ന ബോക്സ് പോലെയായിപ്പോയി ശരിക്കൊരു. ഇപ്പം ഞാനൊരു എക്സാമ്പിളിൽ നമ്മളത് കൊണ്ടുകൊണ്ടു. നമ്മൾ റീസെൻ്റ്ലി ചെയ്ത ഒരു ഓണറിൻ്റെ ബാൻഡിൻ്റെ ബോക്സ് ഞാനായിട്ട് ഇത് അതിനായിട്ടും വലുതാണ്. വില വ്യത്യാസത്തിന് അവർ ബോക്സ് സൈസ് കുറച്ച് ഭയങ്കര മോശമായിപ്പോയി. അപ്പം നമുക്ക് എന്തായാലും അത് കട്ട് ഈ സൈഡിലും സീലുണ്ട് കേട്ടോ. അത് മറന്നു, നമ്മൾ വർത്താനത്തിനിടയിൽ അത് മറന്നുപോയി. അപ്പോൾ നമുക്ക് ഈ സൈഡും കട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ഇതിലേക്ക് ഇതാണ് അവരുടെ വാറണ്ടി കാർഡും ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. എന്തായാലും നമുക്ക് തുറന്ന് നോക്കാം. ഇതല്ല എന്തൊക്കെയെന്ന് നോക്കാം. നമുക്കൊരു ആദ്യം തന്നെ ഒരു ബുക്ക്ലെറ്റ് കിട്ടുന്നുണ്ട്, കിക്ക് സ്റ്റാർട്ട് ഗൈഡ്. പിന്നെ ഒരു വലിയ വാറണ്ടി കാർഡും വരുന്നുണ്ട്. സാധാരണ നോർമൽ ഓപ്പോസിറ്റാണ്, ഇത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. വാറണ്ടി കാർഡാണ് വലുത്, കിക്ക് സ്റ്റാർട്ട് ഗൈഡ് ചെറുതാണ്. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ വാച്ച് ഇരിക്കുന്നുണ്ട്. ഇത് അവരുടെ വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ളതാണ് കേട്ടോ. വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ള മോഡലാണ്. അപ്പോൾ അതിൻ്റെ ചാർജറും വയർലെസ് ചാർജിങ് സപ്പോർട്ടുള്ളത് തന്നെയാണ്. ഇങ്ങനത്തെ ഒരു മോഡലാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. തൊടുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട്. നല്ല വെയിറ്റും ഉണ്ട് ഈ ഭാഗത്ത്. എന്ന് വെച്ചാൽ വയർലെസ് ചാർജറാണല്ലോ, അപ്പോൾ നല്ല വെയിറ്റും വരുന്നുണ്ട്. വേറൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത് വാച്ച് എടുക്കാം. ഇത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, വേറെ ബോക്സിലൊന്നും ഇല്ല. ഭയങ്കര ഒരു കോസ്റ്റ് കട്ടിങ് ചെയ്ത പോലെ തോന്നുന്നുണ്ട് ബോക്സിലൊക്കെ. അപ്പോൾ എന്തായാലും വാച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു കളറാണ് വരുന്നത്, ഒരു രക്ഷയില്ലാത്ത കളറാണ്. സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ ഒരു വെറൈറ്റി സ്ട്രാപ്പ് തന്നെയാണ്. എനിക്ക് സ്ട്രാപ്പ് നല്ലോണം ഇഷ്ടപ്പെട്ടു. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സൈഡിൽ അലുമിനിയം നിങ്ങൾക്ക് അറിയാം, നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും ബ്രാൻഡ് ക്വാളിറ്റി കാണുന്നുണ്ട്. സാംസങ് ഗാലക്സി വാച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. കാരണം കുറേ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് മീഡിയം മോഡൽ L എന്ന് എഴുതിയിട്ടുണ്ട്. 20mm സ്ട്രാപ്പാണ് അതിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിമൂവബിൾ ആണ് ഈസിലി. നമുക്ക് നേരത്തെ കണ്ട പോലെ തന്നെ നമുക്കിത് എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് എന്തായാലും ചാർജ് ഇല്ല എന്ന് എനിക്കാണ്. ഈ ബട്ടണായിരിക്കും വേണേ നമ്മുടെ ഈ ബട്ടണാണ്. നമുക്കിപ്പോൾ മാക്സിമം ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 എന്നിട്ട് എഴുതി കാണിച്ചു. നമ്മുടെ ഹുവായി വാച്ചിലൊക്കെ ഇതാണ്. അപ്പോൾ അത് എല്ലാ ഇത് ഇവിടേക്കാണ് വരുന്നത്. എന്തായാലും ബൂട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ആപ്പ് സപ്പോർട്ട് വേണ്ടി വരും. നമുക്ക് എന്തായാലും നമ്മുടെ ഫോൺ എടുക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ആക്ച്വലി ഹുവായിൻ്റെ ഫോണാണ് കേട്ടോ. പക്ഷേ നമുക്ക് ആൻഡ്രോയിഡിൻ്റെ വാച്ചുകളായതുകൊണ്ട് തന്നെ എല്ലാത്തിനും സപ്പോർട്ടറാണ്. നമുക്ക് ഗാലക്സി എന്നൊരു ആപ്പ് എടുക്കേണ്ടത്. നമുക്ക് എന്തായാലും ഇത് ഒന്ന് നമ്മുടെ ആപ്പും സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇതിൽ വന്നിട്ടുണ്ട്. ലെറ്റ്സ് ഗോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മുകളിലേക്കാക്കി നോക്കാം. ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 ഗെറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ ഗാലക്സി വിയറബിൾ ആപ്പ് ഓൺ യുവർ ഫോൺ എന്ന് കാണിക്കുന്നത്. നമുക്ക് ആ ആപ്പ് ഒന്ന് ഇൻസ്റ്റാളും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്കാനിങ് ഫോർ ഡിവൈസ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ഇത് ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് ഗാലക്സി വാച്ച് ആക്റ്റീവ് 2. അപ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്യാം. എനിക്ക് തോന്നുന്നത് പ്ലഗിനൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എന്താ വെച്ചാൽ ഇത് ഓൾറെഡി പെയർ ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഇലവ് കൊടുക്കാം. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ നോൺ സാംസങ് ഡിവൈസിന് നമുക്കൊരു എക്സ്ട്രാ പ്ലഗിനൊക്കെ നോർമലി ഇൻസ്റ്റാൾ ആവാൻ ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഓൾറെഡി ഫസ്റ്റത്തെ സ്മാർട്ട് വാച്ച് ഇതായിരുന്നു, ഗാലക്സി വാച്ച് തന്നെ ആയിരുന്നു.
അപ്പോൾ ആ ഒരു ഇതാണ് ഇനിയിപ്പോൾ അവർ മാറ്റിയോന്ന് അറിയില്ല. മാക്സിമം പ്ലഗിൻ വേണ്ടി വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എന്തായാലും നമുക്ക് കണക്റ്റിംഗ് കൊടുത്തിട്ടുണ്ട് അവർ. ടാപ്പ് ടു കണക്ട്, ചെക്ക് യുവർ ഫോൺ ടു കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് കാണിക്കുന്നത്. ഇൻസ്റ്റാൾ വേണ്ട, വാച്ച് ആക്റ്റീവ് ടു പ്ലഗ് ഇൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. അത് വേണമെങ്കിൽ ചെറിയ സൈസ് ഉണ്ടാവുള്ളൂ, കുഴപ്പമില്ല. ഈ എത്ര ചെറുതല്ല, 52 MB ഉണ്ട്. എന്തായാലും അതിൻ്റെ ഡിസ്പ്ലേ ഒരു രക്ഷയില്ലാത്ത ഡിസ്പ്ലേ ആണ് കേട്ടോ. എൻ്റെ മറ്റേ 𝙂𝙤𝙧𝙧 വാച്ചിൻ്റെയും AMOLED തന്നെയാണ്, പക്ഷേ ഇവരുടെ AMOLED ഒരു രക്ഷയില്ലാത്ത AMOLED ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ നമുക്ക് കുറേ വേറെ മൂവിങ് സപ്പോർട്ട് ആപ്പൊക്കെ ഉണ്ട്. വേറെ ഒരു ആപ്പ് കൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്, സാംസങ് അക്സസറി സർവീസ് കണ്ടിട്ട്. നമുക്ക് അതും ഇൻസ്റ്റാൾ ചെയ്യാം. അതും ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ബാക്കിലേക്ക് പോകാം. ഇനി നമുക്ക് നമ്മുടെ സെറ്റപ്പ് പേജിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ കാണിക്കുന്നത് നമുക്ക് നോക്കാം. ഫിനിഷിംഗ് പെയറിനായിട്ട് കാണിക്കുന്നുണ്ട്. ചെക്ക് യുവർ ഫോൺ ടു കംപ്ലീറ്റ് സെറ്റപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. വൈൽ യു ആർ വാച്ചിങ് ഫിനിഷിംഗ് പെയറിനായിട്ട് കാണിക്കുന്നുണ്ട്. വൈൽ യു ആർ വെയിറ്റിംഗ് ടേക്ക് എ മൊമെന്റ് ടു ഗെറ്റ് ദ ഫെമിലിയർ വിത്ത് യുവർ വാച്ച്. ടിപ്സ് ആൻഡ് യൂസർ മാനുവലൊക്കെ നമുക്ക് ഇവരുടെ ആപ്പിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമില്ല. എന്തായാലും അത്യാവശ്യം കുറച്ച് ടൈമൊക്കെ എടുക്കുന്നുണ്ട്. നമുക്ക് കുറേ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ഫിനിഷ് പെയറിനായിട്ട് കുറച്ച് നേരമായിപ്പോൾ, അത്യാവശ്യം ടൈം എടുക്കുന്നുണ്ട് കേട്ടോ. ചെക്ക് യുവർ ഫോൺ ടു കംപ്ലീറ്റ് സെറ്റപ്പ് എന്നതിലും കാണിക്കുന്നുണ്ട്. അതിൽ ഇതോടെ സിങ്ക്രണൈസിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാലോ, അല്ലെങ്കിൽ നമ്മുടെ വെറുതെ വീഡിയോ നമ്മുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ നമ്മുടെ സെറ്റപ്പ് നമ്മളിപ്പോൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടാണ്. കുറച്ച് നേരം എടുത്തു. പിന്നെ നമുക്ക് സാംസങ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്ത് വന്നു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട വന്നു. അതിൻ്റെ ഇൻ്റർഫേസ് ആണ് ഇതിൽ. നമുക്കിപ്പോൾ ഇവിടെ ഗാലക്സി വാച്ച് ആക്റ്റീവ് 2 എന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ബാറ്ററി 75% കാണിക്കുന്നുണ്ട്. ലേണിംഗ് യൂസേജ് പാറ്റേൺ എന്ന് കാണിക്കുന്നുണ്ട്. ഇതിൽ വാച്ച് ഫേസും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. അതൊക്കെ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഈ ടൈമിൽ നമുക്ക് സാംസങ് ഗാലക്സി വാച്ച് എത്ര വാല്യൂ ഫോർ മണിയാണ് നമ്മളിപ്പോൾ അത് കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം. എന്ന് വെച്ചാൽ ഇത്ര പ്രൈസ് കുറഞ്ഞിട്ട് ഈ വാച്ച് നല്ലൊരു വാല്യൂ ഫോർ മണി ഉണ്ട്. ഇതിൻ്റെ ഫീച്ചറും വേറെ കാര്യങ്ങളായിട്ട് നമുക്ക് ഒരു 15 രൂപ 12 രൂപ വാച്ചിൽ നമുക്ക് കിട്ടുന്നില്ല. അത്രയ്ക്ക് ഒരു ഫീച്ചർ റിച്ചും ആണ്, അത്രയ്ക്കൊരു ആക്യുറസിക്കുള്ളൊരു വാച്ചാണ്. എനിക്കറിയാം ഇത് പ്രീമിയം വാച്ചാണ്. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് പ്രീമിയം വാച്ചാണ്. എനിക്കിത് ഓഫർ കാരണം ഇപ്പോൾ ഈ ടൈമിൽ പിന്നെ ഇറങ്ങിയിട്ട് കുറച്ച് ടൈം ആയതുകൊണ്ടും മാത്രമാണ് ഇത്ര വില കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വാച്ചിലും ഒന്ന് ജസ്റ്റ് നിന്നിട്ട് നോക്കി നോക്കാം. അപ്പോൾ ടേക്ക് കെയർ ആവുന്നവരോട് കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ബാറ്ററിയുടെ ഡിസ്പ്ലേൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട്, രക്ഷയില്ലാത്ത ക്വാളിറ്റിയാണ്. സാംസങ് അക്കൗണ്ടിലേക്ക് ഇതായി നന്നായിട്ട് കാണിക്കുന്നുണ്ട്. പ്രസ് ഹോം ബട്ടണാണ് താഴെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് ഡൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് താഴെ നമുക്ക് വച്ച സംഭവങ്ങളും ഉണ്ട്. എന്താ പറയുക, നോട്ടിഫിക്കേഷൻ പാനലുണ്ട്. ടച്ച് സ്ക്രീൻ വിത്ത് പാം ടു ടേൺ ഇറ്റ് ഓഫ് ആണ്. അപ്പോൾ ദാറ്റ്സ് വരുന്നുണ്ടോ എല്ലാ സെറ്റപ്പും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ദാറ്റ്സ് ഇറ്റ് യുവർ ഗുഡ് ടു ഗോ എന്ന് കാണിക്കുന്നുണ്ട്. ആ ഡിസ്പ്ലേയുടെ ഒരു ക്വാളിറ്റി വരുന്നുണ്ട്. എനിക്കതാണ് ഇത് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. ഈ മൂവ്മെൻറ്റ് ഇതൊക്കെ വരണമെന്നും നമ്മുടെ ഹുവായ് വാച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആപ്പ് സപ്പോർട്ട് നോക്കി നോക്കാം. ഇത് നമുക്ക് ഇവിടെ ടച്ച് കൺട്രോൾ ഇവിടെയും നമുക്ക് നമ്മുടെ നോർമൽ ഗാലക്സി വാച്ചിൽ വരുന്ന പോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഇവിടെ സെൻസിറ്റീവ് ഉണ്ട്. കണ്ടു നമുക്ക് ഇവിടെ ആക്കി കഴിഞ്ഞാൽ തന്നെ മൂവ്മെൻറ്റ് ചെയ്യും. നമ്മുടെ ഉള്ളിൽ ഇവിടെ ഒരു അതിൻ്റെ റൊട്ടേഷൻ ഡിസ്പ്ലേ അവിടെ ടച്ച് സെൻസിറ്റിവിറ്റി ഉള്ളതാണ്. അപ്പോൾ അവിടെ അമർത്തിയാലും മതി നമുക്ക്. അപ്പോൾ ബാക്കിയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് ചോദിച്ചെന്ന് വെച്ചാൽ പുതിയ വാച്ചല്ല. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു വാച്ച് തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ ഇത് ചെയ്യാൻ കാരണം ഇത്ര കുറഞ്ഞ റേറ്റിൽ ഈ വാച്ച് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി, ലിങ്ക് കിട്ടും. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് കാണുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക, ഫ്രണ്ട്സിലേക്ക് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ശരി ഫ്രണ്ട്സ്, വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.